നമുക്ക് ചെമ്മീൻ നേന്ത്രക്കായ ഇട്ടിട്ട് എങ്ങനെ ഇറച്ചിക്കറി മാതിരി എളുപ്പത്തിൽ എങ്ങനെ വെക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞ് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വീത്തണം. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ വീത്ത കുറച്ച് വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണ വീത്തി ഇനി അത് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇടാം. എണ്ണ നമ്മൾ വെച്ച് ഇനി എണ്ണ ചൂടാവുന്ന നേരത്തിനുള്ളിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 കൂട്ടം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി കടുകിടാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് സബോള ഇടാം. സബോള ഇട്ടൊന്ന് വഴണ്ട് വരണം. വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇടാനായിട്ട്. വഴണ്ട് വന്നു. ഇനിയിപ്പോൾ അത് വഴണ്ട് കഴിഞ്ഞാൽ ഇത്തിരി ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം, കറിവേപ്പില ഇടാം. എല്ലാം ഇട്ടിട്ട് നല്ലോണം വഴറ്റി ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നല്ലോണം വഴണ്ട് വരണം. ആ വഴണ്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഇതെല്ലാം നന്നായി വഴണ്ട് വന്ന് തുടങ്ങി. ഇനി വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇടാം. ഇത് നല്ലോണം മൂത്ത് വരണം. ഇതെല്ലാം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കായ ഇടണം. കായ ഫസ്റ്റ് ഇടണം. നല്ലോണം മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കായ ഇടാം കേട്ടോ. എന്നാൽ അത് ഏതാണ്ട് നന്നായിട്ട് മുളകും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ ഏതാണ്ട് നല്ല മൂപ്പായിൻ്റെ. അപ്പോൾ മൂത്ത് വന്നപ്പോൾ കായ ഇടാം. നേന്ത്രക്കായ 1 കിലോ ചെമ്മീന് 4 കായ ഇടാം കേട്ടോ. 4 കായ മതി. കായിട്ട് നമുക്ക് പാകത്തിന് ഉപ്പിടാം. എന്നിട്ട് വെള്ളം വീട്ടാം. 1 കപ്പ് വെള്ളം വീട്ടി ഇതുകൊണ്ടൊരു കപ്പ് വെള്ളം വീട്ടി ഏതാണ്ട് ഒപ്പം നിൽക്കണ മാതിരി വെള്ളം വീട്ടിയിട്ടുണ്ട്. ഇനി ഈ കായ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. വെന്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ചെമ്മീൻ അധികം വേവില്ല, 5 മിനിറ്റ് വേവുള്ളൂ. ഈ ചെമ്മീൻ നമുക്ക് ലാസ്റ്റാണ് ഇടേണ്ടത്. മസാലപ്പൊടി ലാസ്റ്റാണ് ഇടേണ്ടത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും അധികം കഷ്ടപ്പാടൊന്നുമില്ല. തേങ്ങ ചിരണ്ടണം, വറക്കണം, അരയ്ക്കണം എന്നുള്ള കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ഈ കായ വേവണത് വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വെന്തോന്ന് നോക്കാം. കുറച്ച് നേരമായി വേവിക്കാൻ ഇട്ടിട്ട് അത് വെന്തോന്ന് നോക്കാം. അപ്പോൾ കായ വെന്ത് കഴിഞ്ഞാൽ വെന്തു. ഇനി നമുക്ക് ചെമ്മീന് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ലേശം ഉപ്പിട്ടിട്ട് കൂട്ടി തിരുമ്പി വെച്ചിട്ടുള്ള ചെമ്മീനായത് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലും നമ്മൾ 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഈ വഴട്ടണയിലില്ലേ നമ്മൾ കായ ഇതിടണേക്കാൾ 30 വഴറ്റിയതിൽ സബോള വഴറ്റിയപ്പോൾ 1/2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. അത് അപ്പോൾ പറയാൻ മറന്നുപോയി, അതിനിപ്പോൾ പറയണം. അത് ഈ വഴട്ടണയിൽ ഇട്ടുണ്ടായിരുന്നു. ഇതിൽ 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് കൂട്ടി തിരുമ്പി വെച്ചിട്ടുള്ള ചെമ്മീൻ ഈ കായ വെന്ത് കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ അധികം വേവില്ല. ചെമ്മീന് വേവ് കുറവുള്ളൂ. 5 മിനിറ്റ് നേരം കൊണ്ട് ചെമ്മീൻ വെന്ത് കിട്ടും. കൂടുതൽ നേരം നമ്മൾ ചെമ്മീൻ വേവിക്കുകയാണെങ്കിൽ അത് റബ്ബറുമാതിരി ഇരിക്കും.
അപ്പോൾ അത്ര അധികം നേരം ചെമ്മീൻ വേവിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. 5 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീൻ കറക്റ്റ് വേവാവുകയും ചെയ്യും, വെള്ളം കറക്റ്റാവുകയും ചെയ്യും. ഇത് വേവാനുള്ള വെള്ളം ഇതിൽ ഇത്തിരി ഉണ്ട്, ഈ വെള്ളം മതി. അതിനി വേവട്ടെ. ചെമ്മീൻ ഒരു 5 മിനിറ്റുള്ളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറന്ന് നോക്കാം. അതിന് ഈ ചെമ്മീന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിന് നമ്മൾ ഒരു ഇത്ര പോകുന്ന ഒരു കപ്പ് വെള്ളം ഫസ്റ്റ് വീത്തിണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം മതി ഇതിന്, കാരണം ചെമ്മീന് ഇനി വെള്ളം ഇറങ്ങും. അപ്പോൾ എല്ലാം കൂടുമ്പോൾ ശരിയാവും. 5 മിനിറ്റ് നേരം വേണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ള, ഞാൻ ഒന്ന് ഇളക്കി വിട്ടതാണ്. ഇനി ഒരു 3 മിനിറ്റ് നേരം കൂടി കഴിയുമ്പോഴേക്കും ചെമ്മീൻ വേവും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഒരു വട്ടം കൂടി തുറന്ന് നോക്കാം. 5 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം തുറന്നു. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടി തുറന്നു. ഇതിൽ കണ്ടോ വെള്ളം വരണുണ്ടോ? വെള്ളം നിറയെ വെള്ളം വന്നു. ചെമ്മീന്ന് വരുന്ന വെള്ളം അത്. ആ ചെമ്മീൻ്റെ വെള്ളം അതിൽ തന്നെ വറ്റുമ്പോഴോടുകൂടി 5 മിനിറ്റോട് കൂടിയിട്ട് ഈ വെള്ളം അങ്ങോട്ട് വറ്റും. ഇനി 2 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം ഞാനിത് ഇളക്കി കൊടുത്തു. 1 കിലോ ഇതിന് ചെമ്മീന് 1 കിലോ ഇല്ല 4 കായ ഇടാം. 1 കിലോ ചെമ്മീന് 4 കായ ഇട്ട് നേന്ത്രക്കായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ ഇനി അത് വേവട്ടെ. കണ്ടോ വെള്ളം എത്രയും വന്നു. ഈ ചെമ്മീന്ന് ഇറങ്ങിയ വെള്ളമാണ്. നമ്മൾ വെക്കുമ്പോൾ ചെമ്മീൻ ഇടുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെമ്മീന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി. ഏത് മീൻ വെക്കുകയാണെങ്കിലും മീനിന്ന് ഒരു വെള്ളം ഇറങ്ങും. അത് കണക്കാക്കി വേണം നമ്മൾ വെള്ളം വെക്കാനായിട്ട്, വീഴ്ത്താനായിട്ട്. ഇപ്പോൾ കണ്ട ചെമ്മീന്ന് വെള്ളം ഇറങ്ങി. ഇനി 1 മിനിറ്റും കൂടി ഉണ്ട്. ഈ 1 മിനിറ്റിൽ 1 മിനിറ്റ് കൂടി കഴിക്കാം. അതോട് കൂടിയിട്ട് കറക്റ്റ്. അപ്പം ഇനി തുറന്ന് നോക്കാം. കണ്ട നിറയെ വെള്ളം വന്നു. ചെമ്മീന്ന് പറഞ്ഞ വെള്ളം നിറയെ വന്നു. ഇനി നമുക്ക് ഇപ്പോൾ 6 മിനിറ്റ് ആയിട്ടാണ് ചെമ്മീൻ ഇട്ടിട്ട് 6 മിനിറ്റായി. ഇപ്പോൾ ഉപ്പ് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഉപ്പൊക്കെ. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ചെമ്മീനായ കാരണം അധികം ഉപ്പൊന്നും വേണ്ട. ഉപ്പ് ഞാനിട്ട ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പണി എന്തിട്ടാന്ന് വെച്ചാൽ ഇത്തിരി മസാലപ്പൊടി, ഗരം മസാല. ഇതിൽ പെരിഞ്ജീരകം, ഏലക്കായ, കരിയാമ്പൂവ്, പെരിഞ്ജീരകം, ഏലക്കായ, കരിയാമ്പൂവ്, പട്ട. ഇത് 3 കൂട്ടം മാത്രം പൊടിച്ചിട്ടുള്ള മസാലയുടെ പൊടിയാണിത്. അതൊരു 1/2 സ്പൂണ് ഇങ്ങനെ വെതറി കൊടുക്കണം, ഇട്ട് കൊടുക്കണം. ഇത് മസാല ഒരു ടച്ച് അതുകൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവസാന ഘട്ടത്തിലേക്കായി കറി. ഈ മസാല കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ല അവിടുത്തെ ഇളക്കി പിടിപ്പിക്കണം. ഇളക്കി പിടിപ്പിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയായി, നല്ല രുചിയുള്ള കറിയായി.